ഇനി അവളുടെ കാര്യം ഒന്നും എന്നോട് പറയരുത്. എനിക്കത് കേൾക്കണ്ട. അപ്പച്ചി എന്താ ഉദ്ദേശിച്ചത്? ഞങ്ങൾ ആനന്ദേട്ടനോട് ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കണമെന്നാണോ അതോ സംസാരിക്കരുതെന്നാണോ? എന്താ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഹലോ മീനു, മീനു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഏടത്തി. ഞാൻ കുറെ നേരമായിട്ട് നിന്നെ വിളിക്ക. എന്താ ഫോൺ എടുക്കാതിരുന്ന്? ഏടത്തി, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചാ മതിയോ? അയ്യോ ഇല്ല, എനിക്കിപ്പം നിന്നോട് സംസാരിക്കണം. നിങ്ങളൊക്കെ എന്നെ മറന്നോ മീനു? എനിക്കിവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റണില്ല. എന്റെ പ്രാണൻ അവിടെയാ. നിങ്ങളാരും കൂടെ ഇല്ലാതെ എനിക്ക് ശ്വാസം ഒന്നും കിട്ടാത്ത പോലെ തോന്നുക. ഏട്ടത്തെ ഇത്ര വേഗം മറന്നുപോയോ? എന്തൊക്കെയാ ഏട്ടത്തെ പറയുന്നേ? ഞങ്ങൾ ഏട്ടത്തെ മറക്കുന്നാണോ കരുതിയേ? നമ്മൾ എങ്ങനെയായിരുന്നു ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്? അതൊക്കെ ഏട്ടത്തേക്ക് അറിയാമല്ലോ. എനിക്കറിയാം മീനു. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പരസ്പരം തുറന്നു പറയുമായിരുന്നല്ലോ. എന്നിട്ടും ഏട്ടത്തെ എന്തിനാ ഇത്രയും വലിയൊരു കാര്യം ഞങ്ങളിന്ന് മറച്ചു വെച്ചേ? ഏട്ടത്തിയോട് എനിക്ക് ഇപ്പോഴും ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഏട്ടത്തി ചെയ്തത് തെറ്റാണെന്ന് മാത്രം പറഞ്ഞവസാനിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതിലേറെ ഞങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എടുത്തി, ഞാൻ എടുത്തി വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിനക്കൊന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ മീനു? ഇന്ന് ഓഫീസിൽ കുറെ ജോലിയുണ്ട് എടുത്തി, പോവാതിരിക്കാൻ പറ്റില്ല. ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാൻ നോക്കാം. അയ്യോ, വരാൻ നോക്കിയാ പോരാ, നീ വന്നേ പറ്റൂ. എനിക്കൊന്ന് നിന്നെ കാണണം. ആ ശരി മാഡം, പറഞ്ഞതുപോലെ തന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം. ഫയൽ ഇന്ന് തന്നെ ഞാൻ അയച്ചേക്കാം. ശരി ശരി. ആരായിരുന്നു ഫോണിൽ? അത് വീണ മാഡം ആയിരുന്നു. ഓഫീസിൽ ഒരു ഫയലിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. പിന്നെ ഇന്നേ ഓഫീസിലൊരു ഇൻസ്പെക്ഷൻ ഉണ്ട്, അപ്പം അതിന്റെ തിരക്കാ. എന്താ ഇത്? മതി, കുടിച്ചത് മതി. കുപ്പിയാണോ വേടാ? എന്റെ പൊന്നു ചേട്ടാ, ഏട്ടാ ഇപ്പൊ തന്നെ ഒരുപാട് കഴിച്ചു. അതെ മതി ചേട്ടാ, വന്നേ കിടക്കാം. എടാ എടാ, ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കൂടാ. എന്റെ ഉറക്കമൊക്കെ പോയടാ. ഏട്ടാ, ഇങ്ങനെ കുടിച്ച എല്ലാ പ്രശ്നങ്ങളും മാറുമോ? മാറൂന്ന് ഞാൻ പറഞ്ഞ. എടാ, നിങ്ങൾ എനിക്ക് കമ്പനി താടാ. ഞങ്ങൾ ഏട്ടനെ ഉപദേശിക്കാൻ വന്നതാ. എടാ, നിന്റെയൊക്കെ ഉപദേശം എനിക്ക് പിന്നെ മതി. നീക്ക് ആദ്യം രണ്ട് ഇവിടെ ഇരിക്കേ. ഏട്ടാ എന്താ ഇത്? എടാ അവിടെ ഇരിക്കടാ. എടാ, എനിക്ക് കുറെ സംസാരിക്കാനുണ്ട്. എന്റെ ഉള്ളിലെ വിഷമങ്ങള് അത് ഞാൻ എന്റെ അനിയന്മാരോടല്ലാതെ വേറെ ആരോടെ പറയണ്ടേ? അവന്റെ ഒരു ഉപദേശം. ശരി, അവിടെ ഇരിക്കേ. എന്നിട്ട് ഓരോന്നൊഴുകി കഴിക്കടാ. കമ്പനി താടാ. ഞാൻ കൂപ്പിങ്ങതാ. ഒഴിക്കട്ടാ. എന്താടാ ഇത്? ഞാനാ മാമനെ. വാ
മാമന് എന്തിനാ കള്ളനെ പോലെ വരുന്നത്? ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നാട്ടുകാരെ മൊത്തം അറിയിക്കണ്ടല്ലോ. എന്താടാ ഒറ്റയ്ക്കാണോ പരിപാടി? ഏയ് ഒറ്റയ്ക്ക് ആയിരുന്നു. ഇപ്പൊ മാമനും വന്നല്ലോ. ഞാനേ നിങ്ങളെ കാണാൻ വന്നതാ, അല്ലാതെ വെള്ളം അടിക്കാൻ കമ്പനി തരാൻ വന്നതല്ല. മാമ വലിയ ഡയലോഗ് അടിക്കല്ലേ? നമ്മളിങ്ങനെ കൂടിയിട്ട് എത്ര കാലമായി? ടെറസ്, പൊറോട്ട, ചിക്കൻ, ഇതൊക്കെ മാമന് മറക്കാൻ പറ്റുമോ? അത് പിന്നെ ഇത് പൊറോട്ട ചിക്കനൊന്നുമില്ല, പക്ഷെ ബാക്കി സെറ്റപ്പ് എല്ലാം ഉണ്ട്. വാ മാമ, എന്റെ സന്തോഷത്തിനെ മാമന് നടിച്ചേ പറ്റൂ. ശരി, നമ്മളെല്ലാരും കൂടി ഇരുന്നൊന്ന് വെള്ളം അടിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് എത്ര നാളായി. ശരിയാ, നമ്മളെന്നാ ട്രിപ്പിന് പോയപ്പോഴല്ലേ ലാസ്റ്റ്. അതിനുശേഷം നമ്മളിങ്ങനെ ഒന്നിച്ചിരുന്നിട്ടേ ഇല്ല. അപ്പൊ നമുക്ക് ഇന്നിരിക്കാം. ഏട്ടാ ഇപ്പൊ തന്നെ ഒരുപാടായേ. പോടാ. അതെ, നിങ്ങള് എന്നെ ഉപദേശിക്കാനൊന്നും പറയണ്ട. ഉപദേശമൊക്കെ മതി. നീ ആദ്യം ക്ലാസ് ഇടാ അങ്ങോട്ട്. അവന്റെ ആഗ്രഹമല്ലേടാ ഇരിക്കാം. പിന്നെ അല്ല, നീ പോയി ക്ലാസ് എടുത്തിട്ടോ. ഇരിക്കാം അങ്ങോട്ട്. അതെ, പിന്നെ ഞങ്ങള് കുറച്ചേ കഴിക്കേ. അതെ, കുറച്ചേ ഉള്ളൂ. ക്ലാസ് വന്നു. ക്ലാസ് 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 ക്ലാസ്. എനിക്ക് കുറച്ചൊഴിച്ചാ മതി. മാമനെ ഞാൻ അളന്നു തരാം. നോക്കിക്കോണേ. കാര്യമുണ്ട്. എടാ, ഈ ടെറസിൽ ഇരുന്ന് രണ്ടെണ്ണം അടിക്കണതിന്റെ സുഖം ലോകത്ത് എവിടെ ഇരുന്ന് അടിച്ചാലും കിട്ടില്ല. അതാ മാമ ഈ ടെറസിന്റെ ഒരു പ്രത്യേകത. എടാ, ഈ ടെറസിൽ ഇരുന്ന് രണ്ടെണ്ണം അടിക്കണതിന്റെ സുഖം ലോകത്ത് എവിടെ ഇരുന്ന് അടിച്ചാലും കിട്ടില്ല. അതാ മാമ ഈ ടെറസിന്റെ ഒരു പ്രത്യേകത. അപ്പൊ എടുത്തോ. അപ്പൊ കൂമ്പു പാടോടാ. അതൊന്നും പാടില്ല. നിങ്ങളിവിടെ കണ്ടപ്പോ നിന്നോടൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. ദേവി ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പഴയ കാര്യങ്ങൾ എടുത്തിട്ടിപ്പോ ആവശ്യമില്ലാത്ത ആ കാര്യം പറയല്ലേ വെറുതെ. മാമനോടെ സുഖാണോ? കുഴപ്പമില്ലടാ. ആ മറുപടി കേട്ടാ അറിയാം മാമൻ അത്ര ഹാപ്പി അല്ലാന്ന്. എന്റെ പൊന്നു മാമ, നിങ്ങൾ എന്തിനാ അവിടെ ഇങ്ങനെ കടിച്ചു നിൽക്കുന്നേ? ഇങ്ങോട്ട് വന്നൂടെ? മാമ, ഇപ്പോഴ് സത്യങ്ങളെല്ലാം തെളിഞ്ഞില്ലേ? ആ യഥാർത്ഥ കള്ളനെ ഞാൻ കണ്ടുപിടിച്ചു കൊടുത്തില്ലേ? ഇതൊക്കെ ഞാൻ തുടങ്ങിയത് മാമന് വേണ്ടിട്ടാ. മാമ, ഇനി എന്തിനാ അവിടെ നിൽക്കുന്നേ? ഇനിയെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വാ മാമ. മുൻപ് ഞാനിവിടെ നിൽക്കുമ്പോഴേ ഇതെന്റെ വീടായിരുന്നു. ചേച്ചിയുടെ അളിയന്റെ അടുത്ത് എനിക്കൊരു മറയില്ലായിരുന്നു. പക്ഷേ കുറച്ച് പൈസയുടെ പേരില് അവരെന്നെ സംശയിച്ചില്ലടാ. അതോടെ എന്തോ ഉള്ളിലൊരു അകൽച്ച വന്നുപോയി. മാമ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ? കഴിഞ്ഞു, സത്യവും തെളിഞ്ഞു. പക്ഷേ എന്റെ മനസ്സ് അത്ര പെട്ടെന്ന് പഴയതൊന്നും മറക്കില്ലടാ. ഞാനിവിടെ തിരിച്ചു വന്നിട്ട് എന്റെ ഉള്ളിലെ അകൽച്ച കാരണം വീണ്ടും ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് സത്യത്തിൽ എനിക്ക് പേടിയാ. മാമ, അമ്മയ്ക്കും അച്ഛനും മാമനോട് യാതൊരു ദേഷ്യവും. എടാ, എനിക്കും അവരോട് ദേഷ്യമില്ലടാ. അവരോടുള്ള സ്നേഹം കുറയരുത്, അതുകൊണ്ടാണ് ഞാൻ മാറിയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ കൃഷ്ണമംഗലത്ത് നിൽക്കാനും തോന്നുന്നില്ല, ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല. ഈ രണ്ടിന്റെ ഇടയിൽപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വാ മാമ.
മാമനില്ലാത്തതാ ഇവിടുത്തെ പ്രശ്നം. ആ മാമ അതെ ഇനി വരുമ്പോഴേ ഇങ്ങനെ തോർത്തു മൂടിയൊന്നും വരണ്ട കേട്ടാ. ആ മാമ, പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താടാ? ആ ആലോകനോട് ഒന്ന് പറയണം അനുവിന്റെ പിന്നാലുള്ള നടപ്പ് നിർത്താൻ. അവൻ പിന്നെ അനിമോളെ ശല്യം ചെയ്യുന്നുണ്ടോ? അനു പോകുന്ന വഴിയിൽ കാത്തു നിൽക്കുക, സംസാരിക്കാൻ പിറകെ നടക്കുക. മാമനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണോ അവനെ? ഞാൻ പറയാം. പറഞ്ഞാൽ മാത്രം പോരാ, അവൻ കേൾക്കണം. എടാ കേൾപ്പിക്കാം. അല്ലെങ്കിൽ എന്റെ കൈക്ക് പണിയുണ്ടാക്കും, അത്ര തന്നെ. നീ ഒന്നിനും പോണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ആ. എടാ എനിക്ക് മതി കേട്ടോ. എന്തോന്ന് നാളെ ഇതും കൂടെ കൂടെ അടിക്കാം. അതോ അല്ല, ധർമ്മൻ എവിടെ പോയി? കുറച്ചു മുന്നേ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഇവൻ ഇത് നിന്ന നിപ്പി എവിടേക്കാ പോകുന്നേ? ധർമ്മ, ധർമ്മ. ആ ചേച്ചി, കൊച്ചച്ഛൻ വന്നിട്ട് നമുക്ക് വിളമ്പിയാൽ മതി. അത് മതി. എന്നാ ഞാനൊന്ന് നോക്കിട്ട് വരാം. മോനെ ആ ഗ്ലാസ് ധർമ്മേട്ടാ, അവിടെ വെച്ചോ. ധർമ്മേട്ടാ, ധർമ്മേട്ടാ. നീ അകത്തൊക്കെ നോക്ക്, ഞാൻ പുറത്ത് നോക്കാം. ഇവനിത് എവിടെ പോയേക്കുക? ധർമ്മ, അപ്പൊ എന്റെ സംശയം ശരിയായിരുന്നു. ഇവൻ ദേവമംഗലത്ത് പോയത് തന്നെയാ. ഇല്ല, കുഴപ്പമില്ല. ഭാഗ്യം ആരുമില്ല, പതുക്കെ കേറാം. നീ ഇതെവിടെയായിരുന്നടാ? ഭക്ഷണം എടുത്തു വെച്ച് അന്വേഷിക്കുക. ഞാനിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ ഉണ്ടായിരുന്നു എന്ന്? ഞാൻ ദേ അവിടെ കുറച്ച് കാറ്റ് കൊണ്ട് നിൽക്കായിരുന്നു. എങ്ങോട്ട് നിൽക്കായിരുന്നു എന്ന്? ഏട്ടെന്താ പോലീസുകാർ ചോദിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നത്? എന്താ എനിക്ക് നിന്നോട് ചോദിച്ചൂടെ? അല്ല, ഞാൻ നോക്കിയപ്പോ ആരോ ദേവമംഗലത്ത് നിന്ന് വരും പോലെ തോന്നി. ഏട്ടൻ കരുതി അത് ഞാനാണെന്നല്ലേ? ഏട്ടന്റെ ശത്രുക്കളടുത്ത് ഞാൻ പോവും ഏട്ടാ. നീ ഒന്ന് അടുത്ത് വന്നേ. പിന്നെ എന്തിനാ എന്നെ തല്ലാമലാണോ? എടാ വരാൻ പറഞ്ഞാ വരണം, വാ. കുറച്ചുകൂടെ അടുത്തേക്ക് വാ മോനെ, വാ. അല്ല, ഇത്രയും പോരെ? ഒന്ന് ഊതിക്കേ. ഊതാനോ? മനസ്സിലായില്ലേ? ഊതാൻ. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഊത്, പറഞ്ഞനുസരിക്ക്. വെളിയിലോട്ടല്ല, നേരെ ഊത്. എന്റെ മുഖത്തേക്ക് ഊതാൻ. അത് വേണോ? ഊതറാ. നീ മദ്യപിച്ചു അല്ലേ? കള്ളം പറഞ്ഞ പറടാ. ഒരു പൊടിക്ക്. എവിടുന്നാ കഴിച്ചേ? ഒരു കൂട്ടുകാരൻ കമ്പനി വിടാൻ വിളിച്ചു. കൂട്ടുകാരനോ? ഏത് കൂട്ടുകാരൻ? എന്റെ കൂട്ടുകാരൻ. ഇവിടെ ഉണ്ടായിരുന്നു. നീ എപ്പോഴാ കമ്പനി കൂടാൻ പോയെ? ഇതിനൊക്കെ എത്ര സമയം വേണം കേട്ടോ? ഓ, എന്നെ അകത്ത് വിളിക്കുന്നുണ്ട്. ഏട്ടൻ വരുന്നില്ലേ? ചെല്ല്. അയ്യോ, ഇവൻ ദേവമംഗലവുമായി ബന്ധം വെച്ചു തുടങ്ങി. കടയുടെ ഉദ്ഘാടനം ഉടനെ നടത്തണം. ഹലോ. ഹലോ. ആ അച്യുത സാറേ. എടോ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ വിളിച്ചേ. എന്താ സാറേ? നമ്മളെ ധർമ്മനെ നോക്കിയ ആ കടയില്ലേ, അത് മറ്റന്നാൾ ഉദ്ഘാടനമാണ്.
എല്ലാ ക്രമീകരണങ്ങളും നാളെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കണം. അല്ല സാറേ, അത് എടോ, നാളെ കൊണ്ട് എല്ലാം തീർക്കണം. പറ്റില്ലേ പറ, ഞാൻ വേറെ ആളെ ഏൽപ്പിക്കാം. അയ്യോ വേണ്ട സാറേ, ആ മറ്റന്നാൾ ഉദ്ഘാടനത്തിന് വേണ്ടതായ എല്ലാം ചെയ്യും. ആ ഓക്കെ, ഗുഡ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തു തീർക്കും. ശരി സാറേ. എടാ ബാല, 2 ദിവസത്തിനകം നിന്റെ ഉറക്കം ഒന്നുകൂടെ നഷ്ടപ്പെടാൻ പോവുക. അതിനുള്ള പണിയൊക്കെ ഈ അച്യുതൻ ചെയ്യുന്നുണ്ട്. ഹലോ കെ, ആ കൊച്ചച്ഛൻ, നീ ഇന്ന് അനുസരിയെ കണ്ടിരുന്നു? ചോദിച്ചു കേട്ടില്ലടാ, നീ അനുസരിയെ കണ്ടിരുന്നോന്ന്? കണ്ടു. അപ്പൊ അവളെ വെറുതെ വിടാൻ ഭാവമില്ലല്ലേ? ഞാൻ അവളോട് കാണിച്ചതിനൊക്കെ ക്ഷമ ചോദിക്കാൻ വേണ്ടി അവളെ കണ്ടത്. അന്ന് കോടതിയിൽ വെച്ച് ക്ഷമ ചോദിച്ച് കാല് തൊട്ട് തൊഴുതില്ലേ? അത് മതി. ദേ, ഇനി അവളെ ശല്യപ്പെടുത്താൻ പോകരുത്. എടാ, നിനക്ക് വേണ്ടിയിട്ടാ ഞാനീ പറയുന്നേ. ആര്യൻ ഇടപെട്ടല്ലേ? എടാ, അതാ ഞാൻ പറയുന്നേ. ആര്യൻ അനുശ്രീ എന്ന് വെച്ചാൽ എന്തുമാത്രം ജീവനാണെന്നറിയാലോ. ഇനി അനുശ്രീ ഉപദ്രവിച്ച് അവൻ നിന്നെ കൊന്നുകളയും. ഞാൻ അനുശ്രീ എന്ത് ഉപദ്രവിച്ചെന്നാ കൊച്ചച്ഛനീ പറയുന്നേ? അവളോട് പോയി ചോദിച്ചു നോക്ക്, ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോന്ന്. എന്റെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാനും കുറ്റബോധം മാറ്റാനും ഒക്കെ വേണ്ടിയാ ഞാൻ അവളെ കാണാൻ ചെന്നത്. എടാ, അവളോട് കാണിച്ചതിന്റെ കുറ്റബോധം തീർക്കണമെങ്കിലേ അവളെ കാണാതിരിക്കാ വേണ്ടത്. ദേ നോക്ക്, ആ ആര്യൻ കലിപൂണ്ട് നിൽക്കുക. ഞാൻ അങ്ങേയറ്റം മര്യാദയോടെ നിന്നത്. അവനോടും സോറി പറഞ്ഞു. എന്റെ ആത്മാർത്ഥത അവനും അനുശ്രീക്കും മനസ്സിലാവുകയും ചെയ്തു എന്ന് തന്നെയാ എന്റെ വിശ്വാസം. പക്ഷേ ഞാൻ താഴുന്നതനുസരിച്ച് അവൻ വലിയ ആളായി. ഇനി എന്നെ അവഹേളിച്ച എന്താടാ, ഭീഷണിപ്പെടുത്തുവാണോ? എടാ, ഒരു പെൺകുട്ടിയുടെ കല്യാണോ നീ മുടക്കിയത്? അവളുടെ വീട്ടുകാരുടെ സ്വപ്നങ്ങളാണ് നീ തകർത്ത് കളഞ്ഞത്. അനുശ്രീ വിവാഹം ചെയ്യാനിരുന്ന പയ്യന്റെ ജീവിതം നീ തകർത്തില്ലേ? ദേവിയെ നീ അന്ന് ചവിട്ടിയതുകൊണ്ടല്ലടാ ഗർഭവലസിയത്. ആ കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിലേ ഇന്ന് ദേവമംഗലത്ത് ഈ കാണുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ദേവി ആനന്ദ് ഉപേക്ഷിക്കില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അവന്റെ വാചകം, ഇനി അവഹേളിച്ച് അങ്ങ് സംഹരിച്ചു കളയോന്ന്. ദേ നോക്ക്, ആ കുടുംബത്തോട് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏക നല്ല കാര്യം നീ നിന്റെ പാട് നോക്കി മാറിപ്പോവാന്നുള്ളതാ. കൊച്ചച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ആത്മാർത്ഥമായിട്ട് ഞാൻ മാപ്പ് പറയാൻ ചെന്നപ്പോ എന്നെ അവൻ അവഹേളിച്ചു. എന്നിട്ട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. അവരുടെ ക്ഷമയ്ക്കും പരിധിയുണ്ട്. ആ പരിധി എന്നേ കഴിഞ്ഞു നിൽക്കുക. അവരെന്നിട്ട് നിന്നെ വെറുതെ വിടുന്നതേ ദേവമംഗലത്തുകാരുടെ മഹത്വം അലോകെ. ദേ, നീ വെറുതെ അങ്ങോട്ട് ചെന്ന് കയറി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. അല്ല, അതവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ അനുശ്രീയെ കണ്ട കാര്യവും ആര്യൻ എന്നെ അവഹേളിച്ച കാര്യവും കൊച്ചച്ഛൻ അങ്ങനെ അറിഞ്ഞത്? കൊച്ചച്ഛൻ ആര്യനെ കണ്ടു അല്ലേ? അല്ല, എന്ന് വെച്ചാ അതങ്ങനെയല്ലടാ. കൊച്ചച്ഛൻ ഇവിടെ കാണാതെ അന്വേഷിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ കൊച്ചച്ഛൻ ദേവമംഗലത്ത് കാണുമെന്ന്. ശത്രുക്കളുമായി കൊച്ചച്ഛന് ലോഹ്യം കൂടാമെങ്കിൽ അനുശ്രീയെ കാണാൻ എനിക്കും പോവാം. ആര്യൻ ഇനിയും ഷോ കാണിച്ച എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പുസ്തകം തുറന്നു വെച്ച് നീ എന്തെത്ര ആലോചിക്കുന്നേ? ഒന്നുമില്ല മിനി ചേച്ചി.
അങ്ങനെയല്ലല്ലോ, എന്തോ ഉണ്ട്. ഇല്ല മീനു ചേച്ചി, ഒന്നുമില്ല. ദേ അനുമോളെ, എന്നോട് കള്ളം പറയല്ലേ. ഞാൻ കള്ളം പറയുന്നതല്ല. പിന്നെന്താ പുസ്തകത്തിൽ നോക്കിയിരുന്നിട്ട് ഒരു വരി പോലും വായിക്കാതിരുന്നേ? അത് എന്താ മീനു ചേച്ചി? ദേ ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല. ആഹാ, അങ്ങനെയാണോ? എന്നാ അതൊന്നും അറിയണമല്ലോ. അനുമോളെ, എന്താ കാര്യം? പറയേ, എന്താണേലും ധൈര്യമായിട്ട് പറഞ്ഞോ. ഞങ്ങളോടൊന്നും മറച്ചു വെക്കില്ലെന്ന് നീ പ്രോമിസ് ചെയ്തല്ലേ? അതുകൊണ്ട് മര്യാദയ്ക്ക് കാര്യം പറ. ഇന്ന് രാവിലെ കോളേജിൽ പോകുന്ന വഴി ആര്യൻ ചേട്ടനും ആലോകും തമ്മിൽ വഴക്കുണ്ടായി. എന്തിന്? അലോകിനെ നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്? അവൻ എന്നെ കാത്തു നിൽക്കായിരുന്നു. നിന്നെ കാത്തോ? എന്തിന്? എനിക്കറിയില്ല. എന്നോടൊന്ന് സംസാരിക്കണമെന്നും പറഞ്ഞു അവൻ കാത്തു നിൽക്കുമായിരുന്നു. ആര്യൻ ചേട്ടൻ പറഞ്ഞു ഒന്നും സംസാരിക്കണ്ട, പോവാന്ന്. പക്ഷെ അലോക് വാശി പിടിച്ചു. എന്നോട് സംസാരിച്ചിട്ടേ പോവെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി. ഇവനിത് എന്തിന്റെ പ്രശ്നം? അന്ന് നീ ഇടപെട്ടവന്റെ ശിക്ഷ ഒഴിവാക്കി കൊടുത്തല്ലേ? നിനക്ക് അവനടുത്ത് എന്തോ സെന്റിമെന്റ്സ് ഉണ്ടെന്ന് അവന് തോന്നിക്കാണും. അതാ ഇപ്പൊ പുറകെ നടക്കുന്നെ. അന്ന് കേസ് ഒഴിവാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അനുമോളെ? കുറെ നാളവൻ അകത്ത് പോയി കിടന്നേനെ. മീനു ചേച്ചി, അലോക് അനുമോളെ ശല്യപ്പെടുത്താനായിരിക്കില്ല പുറകെ വന്നത്. ഇനി അനുമോളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ? എന്ത് പറയാൻ? അതെനിക്കറിയില്ല. ചിലപ്പോ നേരിട്ട് സോറി പറയാനോ മറ്റോ. കോടതിയിൽ വെച്ച് അവൻ അനുവിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലേ? ഇനി എന്ത് സോറി പറയാനാ? അവന്റെ ഫോൺ നമ്പറുകളൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ചില കോമൺ ഫ്രണ്ട്സ് വഴി അവൻ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, ഞങ്ങളുടെ കടമ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് സന്തോഷം വന്നിട്ട് കുടിച്ചതൊന്നും അല്ല, ഉള്ളിൽ വേദന മാറാൻ വേണ്ടിയിട്ട് കുടിച്ചതാ. ഞങ്ങളുടെ ഏട്ടൻ ഈ അവസ്ഥയിലാവാനുള്ള യഥാർത്ഥ കാരണക്കാരൻ ആരാ? എന്റെ ഏട്ടന്റെ കല്യാണം നടത്തി കൊടുത്തത് ആരാ? ഇത് നീ നിൽക്കുന്ന അച്ഛൻ. 3 നേരം ഭക്ഷണവും കിടക്കാൻ സ്ഥലവും അല്ല ഞങ്ങളെപ്പോലുള്ള മക്കൾക്ക് കൊടുക്കേണ്ടത്. അവരുടെ മനസ്സ് മനസ്സിലാക്കി പെരുമാറാൻ കൂടി അച്ഛന്മാര് പഠിക്കണം.